നമ്മുടെ അപ്പച്ചൻ എത്ര വലിയവനാണ്. ഞാൻ കോട്ടയത്ത് യോഗം നടത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ഈ കോട്ടയത്തിനടുത്തുള്ള പള്ളത്ത് വലിയ യോഗം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ എത്രയിടത്ത് യോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കി, എവിടെങ്കിലും 1 രൂപയെങ്കിലും കടമിട്ടേച്ച് പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും സ്തോത്രാഴ്ച എടുത്തോ നിങ്ങൾ നോക്കുകയും. പള്ളത്തും വലിയ യോഗം നടത്തിയ, കോട്ടയത്ത് നടത്തിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും സ്തോത്രാഴ്ച എടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും 1 രൂപയെങ്കിലും കടമിട്ടേച്ച് പോയിട്ടുണ്ടോ? ഇല്ല. എന്താ? എൻ്റെ അപ്പച്ചൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ കുടുംബത്തിൽ ജനിച്ച മക്കളാണെന്നുള്ള ബോധം. എന്നാൽ പലപ്പോഴും നമ്മുടെ ജഡം ചിലപ്പോൾ സംശയം കൊണ്ടുവരും. നടക്കുമോ ഇല്ലയോ, പണം കിട്ടുമോ ഇല്ലയോ, കടം കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ, കർത്താവേ, എൻ്റെ ജഡം പൊങ്ങി വരുന്നേ, ഇവനെ പിടിച്ചിടാൻ എൻ്റെ ജഡം എന്നിൽ അവിശ്വാസം കൊണ്ടുവരുന്നേ, ഇവനെ പിടിച്ചിടുവാൻ എനിക്ക് കൃപ തരണേ. പണം തരണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ജഡം എന്നിൽ എന്തുകൊണ്ടിരുന്നു? സംശയം കൊണ്ടുവരുന്ന കർത്താവേ, ഈ ജഡത്തെ പൊങ്ങുവാൻ അനുവദിക്കരുത്, ഇവനെ പിടിച്ച് കൂട്ടിലിടാൻ തന്നെ എനിക്ക് കൃപ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ അനേക പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോലും അമേരിക്കക്കാരുടെ പൈസ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അവർ പലരും ടിക്കറ്റ് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ പോകണമെങ്കിൽ കർത്താവ് എനിക്ക് ഇന്ത്യയിൽ പണം തന്നിട്ട് എനിക്കത് കൺഫേം ചെയ്യണം, ഞാൻ അമേരിക്കയിൽ പോകാനുള്ള സമയമായെന്ന്. ഇന്നുവരെയും അതുപോലെ ഞങ്ങൾ ചൈനയിൽ പോകുന്നു, ഫിലിപ്പീൻസിൽ പോകുന്നു, ആരോടും ചോദിക്കാതെ. സ്വർഗസ്ഥനായ പിതാവ് തക്ക സമയത്ത് അതാത് സമയത്ത് ആരുടെ ഹൃദയമെങ്കിലും പ്രവർത്തിച്ച് ഞങ്ങൾ പറയാതെ, ഞങ്ങൾ ചോദിക്കാതെ കൊണ്ടുവരുന്നവനാണ് കർത്താവിനായ ദൈവം. ഒരു ചെറിയ അനുഭവം കൊണ്ട് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട്. കാരണം പലപ്പോഴും ഈ ഭൗതിക കാര്യങ്ങൾ ചോദിച്ച് ഭാരപ്പെടുന്നത് കൊണ്ടാണ്. ഞാൻ ഉദംപൂരിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് ക്യാപ്റ്റനായി നല്ല ബംഗ്ലാവിൽ നല്ലപോലെ താമസിച്ച് കാറിലും വാനിലും ജീപ്പിലും എല്ലാം നല്ല അധികാരിയായിട്ട് നടന്ന ആളാണ്. അവിടെ എൻ്റെ മക്കൾ നല്ല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടുന്ന് ജോലി രാജിവെച്ച് ഒരു ചെറിയ മുറിയിലേക്ക് മാറി ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ 1-2 വർഷമായി കഴിഞ്ഞപ്പോൾ പ്രയാസങ്ങൾ, ഭൗതികമായ പ്രയാസങ്ങൾ വളരെ ഉണ്ടായി, ഞെരുക്കമുണ്ടായി. അപ്പോൾ അവിടെ ഇവിടുത്തെ പോലെയല്ല, നല്ല തണുപ്പ് കാലത്ത് യൂണിഫോം വേണം. അപ്പം ഞങ്ങളുടെ മകൻ്റെ ഒരു യൂണിഫോമേ ഉള്ളൂ, മകനും മകളും. അപ്പോൾ അതിങ്ങനെ തേച്ചു ഉപയോഗിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ എന്ത് ചെയ്യും, രാത്രിയിൽ അത് കഴുകി കമ്പിളിയുടെ അടിയിൽ അത് വിരിച്ചിട്ട് അതിനുമേൽ ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് ഉണങ്ങിയിരിക്കും, പ്രസ് ചെയ്ത പോലെ ഇരിക്കും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പലയിടത്ത് അതിൻ്റെ പാൻറ് കീറിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഭാര്യ തയ്ക്കുമായിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം അതിൻ്റെ പുറകും ചിലപ്പോഴൊക്കെ അല്പം കീറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ മകൻ സ്കൂളിൽ നിന്ന്, ഇവിടെ ഇരിക്കുന്ന അതേ മകൻ സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പം ബാഗ് വെച്ച് പുറകെ മറച്ചുകൊണ്ടാണ് വന്നത്. മറച്ചിട്ട് വന്ന് എന്നോട് പറഞ്ഞു, പപ്പ ഇനി സ്കൂളിൽ പോകാൻ ഒക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ മോനെന്ന് പറഞ്ഞപ്പം, ആരോ കുശൃതി പിള്ളേർ എന്ത് ചെയ്തു, പെൻസിലിട്ട് കീപ്പോട്ട് അങ്ങ് വലിച്ച പുറകുവശം മുഴുവനും അങ്ങ് കീറിപ്പോയി. അപ്പം പുറവ് മുഴുവനും നഗ്നമായിരിക്കുക. ബാഗ് വെച്ച് മറച്ചുകൊണ്ടാണ് മോൻ വന്നത്. അപ്പം എന്നോട് പറഞ്ഞു, പപ്പ ഇനി നാളെ മുതൽ സ്കൂളിൽ പോകാൻ ഒക്കുകയില്ല. അപ്പോൾ അത് എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, കർത്താവ് നമുക്ക് സൗകര്യമുള്ളപ്പോൾ പോകാനാണ് ഇതിരിക്കും. അത് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മണി ഓർഡർ, ബോംബെയിൽ നിന്നൊരു മണി ഓർഡർ, ഞങ്ങൾക്കറിയാത്ത ഒരാൾ ആ മണി ഓർഡറിൽ 300 രൂപ അയച്ചിരിക്കുക. അതിൽ കൂപ്പണിൽ താഴെ ഇരിക്കുക, ദിസ് ഈസ് ഫോർ ദ യൂണിഫോം എക്സ്പെൻസ് ഓഫ് യുവർ ചിൽഡ്രൻ. അപ്പം ഞാൻ അത് മോനെ വിളിച്ചു. മോൻ ഇംഗ്ലീഷ് അറിയാവുന്ന മോനെ ഇത് വായിക്കാൻ പറഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ്, ദിസ് ഈസ് ഫോർ ദ യൂണിഫോം എക്സ്പെൻസ് ഓഫ് യുവർ ചിൽഡ്രൻ. അത് കൊടുത്ത് ഞാനും മകനും 2 പേർക്കും ഒന്ന് ഉച്ച കഴിഞ്ഞ് തുണി മേടിക്കാനിടയായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് എൻ്റെ മകൻ്റെ യൂണിഫോം കീറി വന്നിട്ട് 20 മിനിറ്റേ ആയുള്ളൂ. മണി ഓർഡർ ബോംബെ കുറഞ്ഞത് 2 ആഴ്ചയ്ക്ക് മുൻപേ പിതാവ് ഓർഡർ ഇട്ടതാ. പിന്നാണ് ഞങ്ങൾ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് അവരാരാണെന്ന് അറിയാനിടയായത്. അപ്പോൾ 1 വർഷത്തിന് 2 ആഴ്ചയ്ക്ക് മുമ്പേ പിതാവ് ഓർഡർ ഇട്ടു. അപ്പം കൂപ്പണിൽ എഴുതി, ദിസ് ഈസ് ഫോർ ദ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യൂണിഫോമിന്റെ ചെലവിന് വേണ്ടി എന്ന് അതിന്റെ കൂടിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. അത് എൻ്റെ മകൻ വായിക്കുവാനിടയായി. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മുടെ പിതാവ് ഇന്നും ജീവിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ കുടുംബത്തിൽ ജനിച്ചവരാണ്, മക്കളാണ്. എന്നാൽ ഇനിയും വേറൊന്ന്, നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതാണ് ഒന്നുകൂടെ വായിക്കേണ്ടത്. റോമാലേഖനം 12:5 ഒന്നുകൂടെ വായിച്ചാട്ട്.
അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ എന്താണ്? അവയവങ്ങളാണ്. ദൈവസഭ കർത്താവിന്റെ മുൻപിൽ ഈ മുണ്ടക്കയത്ത് ഒരു ശരീരമേ ഉള്ളൂ. ഇതിലെ കുറച്ച് ഭാഗം IPC-കാരുടെ കയ്യിൽ, കുറച്ച് ഭാഗം അസംബ്ലീസ് ഓഫ് ഗോഡുകാരുടെ കയ്യിൽ, കുറച്ച് ചർച്ച് ഓഫ് ഗോഡുകാരുടെ കയ്യിൽ, കുറച്ച് ആരൊക്കെ ഏതൊക്കെ ദൈവസഭകളുണ്ടോ അവരുടെ എല്ലാം കയ്യിൽ ഓരോരോരോ കുറേശ്ശെ വെച്ചിരിക്കുക. എന്നാൽ ഇവിടെ കർത്താവിന് മുമ്പാകെ എത്ര ശരീരമേ ഉള്ളൂ? ഒരു ശരീരം. ഒരു ശരീരം. നമ്മൾ തമ്മിൽ ആരാണ്? അംഗങ്ങളുമാണ്. അത് കാണിക്കാനാണ് ഇവിടെ ഇവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ചാർട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ അസ്ഥിപഞ്ജനം കാണിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. ഒരു ശരീരത്തിൽ എത്ര അസ്ഥിയുണ്ട്? ഈ ശരീരം രോഗിയായ ശരീരം, ഇത് ആരോഗ്യമുള്ള ശരീരം. ക്രിസ്തു തല, സഭ അവന്റെ ശരീരം. സാത്താനെ കാൽക്കീഴയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-13 വായിച്ചാൽ. എബ്രായർ 10:12-13. ഹീബ്രു 10:12-13. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ശത്രുക്കൾ തന്റെ പാദപീഠം. ക്രിസ്തു തലയാണ്. ക്രിസ്തു സാത്താനെ തകർത്തു. ഇനിയും സാത്താൻ ആരുടെ കാൽക്കീഴിയാകണം? സഭയാകുന്ന ദൈവമക്കളുടെ കാൽക്കീഴിയാക്കണം. അതിന് സഭ യോജിച്ച് ഏക ശരീരമായി വെളിപ്പെടണം. അതിനെതിരായിട്ടാണ് സാത്താൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അസ്ഥി കഷണങ്ങളായി അങ്ങ് മാറിയിരിക്കുകയാണ്. നാം തമ്മിൽ ആരാണ്? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് 1 കോരിന്ത്യർ 12:12 മുതൽ 27 വരെ ഒന്ന് വായിക്കാം. 1 കോരിന്ത്യർ 12:12 മുതൽ 27 വരെ വേദപുസ്തകം കൊണ്ടുവന്നിട്ട് എല്ലാവരും ദയവ് ചെയ്ത് 1 കോരിന്ത്യർ 12:12 മുതൽ 27 വരെ ഒന്ന് വായിച്ചാൽ. മൈക്കിൽ ചിലർ വേദപുസ്തകം കൊണ്ടുവന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മൈക്കിൽ ഒന്ന് വായിച്ചാൽ. 1 കോരിന്ത്യർ 12:12 മുതൽ 27 വരെ. ശരീരം ഒന്നും അതിന് അവയവം പലതും ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവനും കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്കു കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്ക് അധികം അഴകു വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവ് തന്ന ഭാഗ്യം, മക്കള നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ദയ കിട്ടുവാനായി കയറി വന്നവരല്ല, അവന്റെ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവരാണ്. രണ്ടാമത് മക്കളായി തീർന്നിരിക്കുകയാണ്. മക്കൾ എന്നുള്ളതിനേക്കാൾ ഉയർന്ന ഒരു അനുഭവം എന്താണ്? കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അപ്പൊ ഈ വിരലിന്റെ കാര്യത്തിന് വിരലിനൊരു വേദന വന്നാൽ മറ്റേ വിരൽ പോയി സഹായിക്കണമെന്ന് ഈ വിരലൊന്നും പറയേണ്ട ആവശ്യമില്ല. പറയണോ? പറയാതെ തന്നെ കൈ, കാരണം തല ജീവനോടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഓരോ ശരീരം അതുപോലുള്ള ബന്ധമാണ് ദൈവവുമായിട്ടുള്ള ബന്ധം.
ആ ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ മനസ്സ് വരത്തില്ല. ആ ബന്ധം അനുഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാതെ എന്റെ പിതാവ് എനിക്ക് വേണ്ടി കരുതുമല്ലോ എന്നുള്ള ബലമായ ഉറപ്പ് നമുക്കുണ്ടാകും. എന്നാൽ നമ്മൾ ആ ബന്ധത്തോടായി തീരണമെങ്കിൽ കുറച്ച് മുതൽ മുടക്കണം. അതെന്താണ്? ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ കാണിക്കാനായി വെച്ചിരിക്കുകയാണ്. ഇത് വലിയ വീട്ടിലെ തോമാച്ചായനാണെന്ന് വിചാരിച്ചാൽ, ഇതാരാണ്? വലിയ വീട്ടിലെ തോമാച്ചായൻ. ഇത് തോമാച്ചായൻ, ഇത് തോമാച്ചായന്റെ ഭാര്യ, മക്കൾ. തോമാച്ചായൻ കുറച്ച് സൗകര്യമൊക്കെ ഉള്ള ഒരു നല്ലൊരു കഴിവുള്ള ആളാണ്. എന്നാൽ ഈ തോമാച്ചായനെ, ഹല്ലേലൂയ, ഈ തോമാച്ചായനെ കർത്താവിന്റെ ശരീരത്തിന്റെ ഈ ഒരു അവയവമാക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ വലിയ തോമാച്ചായനെ എന്താക്കണം? ഈ വലിയ തോമാച്ചായനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കാൻ നോക്കുമോ? നോക്കിയാൽ ഇങ്ങനെ വയ്ക്കാൻ നോക്കുമോ? നോക്കിയാൽ നടക്കുമോ? ഈ വലിയ വീട്ടിലെ തോമാച്ചനെ അവന്റെ ഭാര്യയിൽ നിന്ന് വേർപെടുത്തണം, മക്കളിൽ നിന്ന് വേർപെടുത്തണം. എന്നിൽ മാത്രമേ മുറിച്ച് ഈ ഒരു ചെറിയ അവയവമാക്കി തീർക്കാൻ ഒക്കുള്ളൂ. അവൻ ചോദിക്കും, പാസ്റ്റർ എന്തോ ഈ പ്രസംഗിക്കുന്ന? ഭാര്യയിൽ നിന്ന് വേർപെടുത്തണം, മക്കളിൽ നിന്ന് വേർപെടുത്തണം. വേർപെടുത്തണ്ട, നിങ്ങൾ ബലമായി ബന്ധിച്ച അവസ്ഥയിൽ ഇരുന്നോളീൻ. മരണം വരുമ്പോ തന്നെത്താനെ വേർപെട്ടോളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വലിയ തോമാച്ചായനെ, ആരെങ്കിലും തോമാച്ചായന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ, വലിയ വീട്ടിലെ തോമാച്ചായന്മാരുണ്ടെങ്കിൽ കോപിക്കരുതേ, ഞാൻ അങ്ങ് പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തെ ഈ നിലയിലാക്കി തീർക്കണം. അതിനാണ് കർത്താവ് വചനമാകുന്ന വാളും അതുപോലെ പ്രയാസങ്ങളാകുന്നതൊക്കെ കൊടുത്ത് സാത്താനെ കയ്യിലെടുത്ത് സാത്താനോട് പറയും, മുറിക്കാൻ തുടങ്ങാൻ പറയും. മുറിക്കുമ്പോഴെന്തുവാ കിട്ടുന്നേ? അനുഗ്രഹമാണോ വേദനയാണോ? വേദന. ഈ വലിയ തോമാച്ചനെ കുറച്ചുകൂടെ അങ്ങ് അനുഗ്രഹിച്ച് വണ്ണം വെപ്പിക്കുകയാണോ അതോ ചെറുതാക്കുകയാണോ വേണ്ടിയത്? പറഞ്ഞാട്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗമാക്കി തീർക്കണമെങ്കിൽ ഈ വലിയ തോമാച്ചനെ അറുത്ത് 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 മുറിച്ച് മുറിച്ച് ശരിയായ അംഗമാക്കി തീർക്കണം. ഇതിനാണ് അപ്പോസ്തലന്മാരെ കർത്താവ് ആക്കിയിരിക്കുന്നത്. വായിച്ചാട്ട് 5 വിധ ശുശ്രൂഷ ഇതാ ഇവർക്കാണ് കൊടുത്തിരിക്കുന്നത്. എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ എന്ന് വായിച്ചാൽ, എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയും തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുവെള്ളുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഓരോ അംഗത്തിന്റെ അതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അളവും കൊടുത്തിട്ടുണ്ട്. ഓരോ അംഗത്തിന്റെ അളവും അതിന്റെ വ്യാപാരവും അതിന്റെ കാര്യത്തിനനുസരിച്ച് ഉദവി ലഭിക്കാനുള്ള ഏതു സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ മുണ്ടക്കായത്തുള്ള ദൈവമക്കളെ, ഞങ്ങള് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ ഒരു വലിയ ആൾക്കൂട്ടം വരണ്ട, താല്പര്യമുള്ള ചില കർത്താവിന്റെ ദാസന്മാരും ദാസിമാരും മാത്രമേ വരാവേ എന്ന് നിർബന്ധമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഈ കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിവുള്ളതല്ല. എല്ലാവർക്കും എല്ലാവരും ഇത് സ്വീകരിക്കുകയില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ചുരുക്കം ചില പേരെങ്കിലും ഈ സത്യ ഉപദേശം സ്വീകരിച്ചാൽ ഈ മുണ്ടക്കയത്ത് ദൈവസഭ എഴുന്നേറ്റ് നിൽക്കും. ദൈവസഭ നിൽക്കും. അതിനുവേണ്ടി ദൈവസഭയുടെ മായമില്ലാത്ത അല്പം പോലും എന്റെ സൈക്കോളജിയോ എന്റെ ബുദ്ധിയോ ചേർക്കാത്ത നിർമ്മല വചനമാണ് പറയുന്നത്. കർത്താവിന്റെ ശരീരം
സഭകൾ പലതാണെങ്കിലും ഒരു ശരീരമായി കാണപ്പെടണം. ഇപ്പോഴെങ്ങനെയായിരിക്കും എന്നറിയാമോ? ഇത് ചാക്കോച്ചന്റെ കൂട്ടം, ഇത് മത്തായിച്ചന്റെ കൂട്ടം, എല്ലാം അസ്ഥിക്കൂട്ടങ്ങളാണ്. പലരും പല അസ്ഥിക്കൂട്ടങ്ങളായിട്ട് അവരുടെ കൺവെൻഷനുകൾ നടത്തി. കണ്ടോ, ഞങ്ങളുടെ അസ്ഥികൾ ഇത്തറുണ്ട്, ഞങ്ങളുടെ അസ്ഥികൾ ഇത്തറുണ്ട്, ഞങ്ങളുടെ ഇത്തറുണ്ട്. അസ്ഥിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അസ്ഥിക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തനം നടത്തി അവിടങ്ങളിൽ നിന്നായി അസ്ഥികൾ അസ്ഥിയോട് ചേർന്ന് ദൈവത്തിന്റെ മഹാസഭയായി വലിയ സൈന്യമായി എഴുന്നേൽക്കുവാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മൾക്ക് ഇപ്രകാരം ഒരു ചെറിയ ബൈബിൾ ക്ലാസ്സിന് ആരംഭം തന്നത്. ഇനിയും തുടർന്ന് ബാക്കി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കും. കർത്താവിന് സ്തോത്രം. അയാൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ വരേണ്ടത്, കർത്താവേ, നീ എന്നെ എങ്ങനെ വേണമെങ്കിലും അറക്കുക, മുറിക്കുക, എന്നാൽ നിന്റെ കരത്തിൽ നിന്ന് എന്നെ വിടരുതേ. നിന്റെ ഇഷ്ടം പോലെ എന്നെ ആക്കി തീർക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ശരീരത്തിന്റെ അംഗമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ശരീരത്തിന്റെ അംഗമാണെന്ന് ഉള്ള ബോധ്യതയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം അവന്റെ കുടുംബത്തിൽ ജനിച്ചു എന്ന് മാത്രമല്ല, അവന്റെ മകനായി എന്ന് മാത്രമല്ല, അതുകൂടാതെ അവന്റെ ശരീരത്തിന്റെ അംഗം കൂടെയാണ്. അപ്പോൾ ഈ ശരീരത്തിന്റെ അംഗമായി ചേരുവാൻ പല കാര്യങ്ങൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സമർപ്പിച്ചേ ഒക്കുകയുള്ളൂ. അതുവരെ അതിനുവേണ്ടി നമ്മൾ അറക്കുവാനും മുറിക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മളെ ശരീരത്തിന്റെ അംഗമായി സകല കാര്യങ്ങളും ചെയ്യുവാൻ അവൻ ഒരുക്കമായി കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പലവിധ ശോധനകൾ ദൈവം നമുക്ക് വരുവാൻ അനുവദിക്കുന്നത്. അപ്പൊ ആ ശോധനയിൽ നിന്ന് വിടുതലാണോ വേണ്ടിയത്? 66 സങ്കീർത്തനം ഒന്നുകൂടെ വായിച്ചാട്ട്, 10 മുതൽ 12 വരെ. 66 സങ്കീർത്തനം. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കുമ്പോൾ നിങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. എന്ത് ചെയ്തിരിക്കുക? വിടുവിക്കുന്ന ദൈവം എന്ത് ചെയ്യുക? വലയിൽ അകപ്പെടുത്തി. ഞാൻ ഒരു പ്രാവശ്യം ന്യൂയോർക്കില് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വലിയൊരു ഉണർവ് യോഗം, ഒത്തിരി ദൈവമക്കളുണ്ട് അവിടെ, മലയാളികളായ കർത്താവിന്റെ ദാസന്മാരുമുണ്ട്. ദൈവം ചിലപ്പോൾ നിങ്ങളെ വലയിൽ അകപ്പെടുത്തും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുമ്പിലിരുന്ന അവിടെ കർത്താവിന്റെ ദാസന്മാർ അനേകരും മുൻപിലിരിക്കുകയായിരുന്നു. ചിലരുടെ മുഖം അങ്ങ് കോപിക്കുന്നതായിട്ട് തോന്നി. വലയിലകപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് ചിലപ്പോൾ നിങ്ങളെ വലയിലകപ്പെടുത്തും, നിങ്ങളെ ശരിയാക്കാൻ. ഒരു പ്രായമുള്ള കർത്താവിന്റെ ദാസൻ ചോദിക്കാൻ, വിടുവിക്കുന്ന കർത്താവ് വലയിൽ എങ്ങനെ അകപ്പെടുത്തുന്നത്? ഞാൻ പറഞ്ഞു, 66 സങ്കീർത്തനം 10 മുതൽ 12 വരെ ഒന്ന് വായിക്കാൻ പറഞ്ഞു. ഒടുവിൽ ആ കർത്താവിന്റെ ദാസൻ കരഞ്ഞുകൊണ്ട് പറയുക, സഹോദര, എത്ര പ്രാവശ്യം ഈ സങ്കീർത്തനം വായിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഈ സങ്കീർത്തനം പ്രസംഗിച്ചിട്ടുണ്ട്, എന്നാൽ ഈ ഭാഗം എന്റെ മനസ്സിൽ ഇതുവരെ ഉറച്ചില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. പ്രിയ സഹോദര, ചിലപ്പോൾ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? വലയിൽ അകപ്പെടുത്തും. എന്തിനാ? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ വേണ്ടാത്തതെല്ലാം എന്ത് ചെയ്യണം? ദൈവത്തിന് എന്ത് ചെയ്യണം? ഇത്രയുമേ കർത്താവിന് ആവശ്യമുള്ളൂ. ഇതെന്തുമാത്രമുണ്ട്? ഇത് നിങ്ങൾ പുറയിലിരിക്കുന്നത് കാണാൻ കഴിയുന്നു? എന്റെ കയ്യിലിരിക്കുന്നത് വലിയ വീട്ടിലെ തോമാച്ചനെ കർത്താവിന് എങ്ങനെ ആക്കണം? ചിലപ്പം കർത്താവിന് ഈ വലയ്ക്കകത്തിട്ടെങ്കിലേ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചാടിപ്പോകും. തോമാച്ചന്റെ സ്വഭാവം എന്താണെന്നറിയാവോ? ദൈവം ഇവിടെ നിന്ന് ഓടുകയാണെങ്കിൽ അവിടോട്ട് ഓടും, അവിടെ നിന്ന് ഓടുകയാണ്, പിന്നെ ദൈവം 4 വശം കൂടെ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങിടും. എന്തുകൊണ്ടാ? നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട്. തോമാച്ചന് ഇത് നല്ലവണ്ണം അറിയത്തില്ല എന്താ ചെയ്യുന്നത്, എന്നാൽ കർത്താവിനറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ എന്ത് ചെയ്യും? വലയിൽ. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ടെ, എത്ര പ്രാവശ്യം വലയിൽ അകപ്പെടുത്തി നമ്മളെല്ലാം ചിന്തിച്ച സാത്താനാ വലയിലിട്ടിരിക്കുന്നത്.
നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ ഇരിക്കുന്നവർ, നമ്മുടെ തലയിലെ തലമുടി പോലും അവൻ എണ്ണിയിരിക്കുമ്പോൾ സാത്താൻ വല്ലതും അറിയാമോ? സാത്താനാ എന്നെ വലയിലിട്ടിരിക്കുമ്പോൾ സാത്താനെ ശാസിക്കുമല്ല, സാത്താൻ ദൂരെ നിന്ന് ചിരിക്കുക. പ്രിയ, അവൻ അറിയത്തില്ല ആരവനെ വലയിലിട്ടിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് ചിലപ്പം വലിയ ബുൾഡോസർ എടുത്തോണ്ട് വരും. ബുൾഡോസർ അറിയാം നിങ്ങൾക്ക്? ഈ മണ്ണൊക്കെ മാന്തുന്ന വലിയ വലിയ, ഇപ്പൊ നമ്മൾ വലിയ പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോഴായിരിക്കും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്ന വലിയൊരു ബുൾഡോസർ എടുത്തോണ്ട് ഇങ്ങോട്ട് വരും. കൊണ്ടുവന്ന് മുഴുവനും അടിച്ചങ്ങ് നിരപ്പാക്കും. നമ്മൾ പറയും സാത്താനെ നീ പോ, സാത്താനെ നീ പോന്ന് പറഞ്ഞാൽ ദൈവം വിടുവിക്കുന്ന പരിപാടിയില്ല. അതടിച്ച് നിരപ്പാക്കുന്ന ഉടനെ ആ ബുൾഡോസർ ഉണ്ട മണ്ണും പൊടിയും എല്ലാം അയ്യോ എന്തായിപ്പോയി, മുഴുവനും തകർന്നു. എന്നാൽ അങ്ങനെ അടിച്ച് നിരപ്പാക്കുന്നത് വീണ്ടും വിസ്താരമായി പണിയുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കയ്യിൽ വലയിലാക്കുന്ന പരിപാടിയുണ്ട്. എത്ര പേര് കേട്ടു? വിടുവിക്കുന്നവനായ ദൈവം എന്ത് ചെയ്യും? കർത്താവേനെ വിടുവിക്കണമെന്ന് പറഞ്ഞാൽ വിടുവിൽ നടക്കുമോ സഹോദര? കർത്താവേ നീ എന്നെ വലയിലാക്കിയിരിക്കുന്നു, കൃപ തരണമേ. ചിലപ്പോൾ ഡയബറ്റീസ് വലയിലായിരിക്കും ചിലപ്പോൾ ഇടുന്നത്, ചിലപ്പോൾ ബ്ലഡ് പ്രഷർ വലയിലായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. ഏതൊക്കെ വലയിലായി എവിടെയൊക്കെ ഇടുന്ന കർത്താവിനറിയാം. നമ്മുടെ കർത്താവിന് എത്രയോ കോടി വിശുദ്ധന്മാരെ ശുദ്ധീകരിച്ച് നിർത്തിയ ദൈവത്തിന് അറിയാം എവിടെ തൊട്ടാൽ മത്തായിച്ചൻ ഉരുകും, മറിയാമ്മ ഉരുകുമെന്ന് ആർക്കറിയാം? കർത്താവിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് വലയിലിട്ട് ഉരുക്കുന്നവനാ നമ്മുടെ ദൈവം. ഒന്ന് രണ്ട് കാര്യം കൂടെ നോക്കാം. എസെക്കിയേൽ പ്രവചനം എടുത്താൽ അതിന്റെ 22-ാം അധ്യായം 18 മുതൽ 20 വരെ ഒന്ന് വായിച്ചാട്ട്. എസെക്കിയേൽ പ്രവചനം 22:18 മുതൽ പെട്ടെന്ന് നിർത്താം. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കറുത്തീയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിന്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കറുത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുകുന്നത് പോലെ ഞാൻ എന്റെ കോപത്തിലും എന്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടിയൊരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എന്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിന് നടുവിൽ ഉരുകിപ്പോകും. ഇവിടെ ദൈവം നമ്മളെ ഉരുക്കുന്ന പരിപാടിയാണ്. ഇസ്രായേൽ മക്കളെ ഉരുക്കുന്ന അതുപോലെ നമ്മളെയും ഉരുക്കുന്നുണ്ട് പരിശോധനയിൽ കൂടെ. ഇസ്രായേൽ പൊന്ന് തങ്കമായിരിക്കേണ്ട ഒരു വിധ തരത്തിലുള്ളതായ ലോഹങ്ങളായി മാറി. ചിലർ ചെമ്പായി, ചിലർ ഇരുമ്പായി, ചിലർ കർത്തീയമായി. ഈയമൊക്കെ ഉരുക്കാനാണെങ്കിൽ 110 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ ഈയം ഉരുകും. ഇരുമ്പാണെങ്കിൽ 2500 ഡിഗ്രി ചൂടുണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം. തോമാച്ചനെ ദൈവം ഇങ്ങോട്ട് നോക്കണേ, ചെറുകെ ഒന്ന് ശെറ്റിക്കാൻ നോക്കിയപ്പോൾ തോമാച്ചൻ കരച്ചിലും ഉപവാസവും തുടങ്ങിയപ്പോൾ കർത്താവ് അങ്ങ് വാളങ്ങ് മാറ്റി. 110 ഉരുക്കാൻ തോന്നിയത്. പിന്നെ കർത്താവ് ഡിഗ്രി ചൂട് കൂട്ടി എത്ര ആക്കുമെന്നറിയാമോ? 250 ആക്കി. അപ്പൊ 250 തുടങ്ങിയ പിന്നെ കർത്താവ് തുടങ്ങിയപ്പോ 21 ദിവസത്തെ ഉപവാസം തുടങ്ങി. അപ്പം കർത്താവ് ശരി നിർത്തിവെയ്. പിന്നെ കർത്താവ് 500 ഡിഗ്രി ആക്കി. വേറൊരിടത്താ കർത്താവ് പിന്നെ തൊടാൻ തുടങ്ങുന്നത്. അവിടെയും കർത്താവ് അയ്യോ പറഞ്ഞു. പിന്നെ 40 ദിവസത്തെ ഉപവാസം. അപ്പൊ പിന്നെ 1500 ഡിഗ്രി. പിന്നെ കർത്താവ് നോക്കി ഇനി ഇതിനൊന്നും ഇവൻ ഒഴുകുന്നില്ല, ഇനി 1500 ഡിഗ്രി ആക്കാം. അന്നേരം എല്ലാരും കൂടെ ഉപവാസം. ഒടുവിൽ കർത്താവ് 2500 ഡിഗ്രി ആക്കി ചൂട്. ഉപവാസം കൊണ്ട് നടക്കില്ല, സഭ കൊണ്ട് ഉപവാസം കൊടുത്താലും നടക്കില്ല, ആരെല്ലാം പ്രാർത്ഥിച്ചാലും നടക്കുകയില്ല. അന്നേരം പറയും എന്റെ കർത്താവേ നിന്റെ ഇഷ്ടം മതി. ഇനി എന്തോ കർത്താവേ ഞാൻ ഉപവാസം കൊടുത്ത് തളർന്നു. 7 ദിവസം കൊണ്ട് നടന്നില്ല, 21 ദിവസം കൊണ്ട് നടന്നില്ല, 40 ദിവസവും കടന്നില്ല, സഭ മുഴുവൻ ഉപവസിച്ചിട്ടും നടന്നില്ല. കർത്താവേ ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന ദൈവം അങ്ങനെ ഉരുക്കി നമ്മളെ രൂപപ്പെടുത്തുന്നവനാണ്.
അത് നിങ്ങൾ മറന്നു പോകരുത്. അത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ചിലപ്പോൾ അറിവില്ലാതെ ഇപ്പൊ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടുന്ന ഉടനെ, കുഞ്ഞുങ്ങളെ KG സ്കൂളിൽ വിടുന്ന ഉടനെ കുഞ്ഞുങ്ങൾ എന്താ വിചാരിക്കുന്നറിയാമോ? ഈ അമ്മയ്ക്ക് എന്നോട് വലിയ ദേഷ്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നിട്ട് അമ്മ കണ്ടോ എന്നെ വണ്ടിയെ കയറ്റി എവിടെ കൊണ്ടുവച്ചിരിക്കുക. കരയില്ലയോ കുഞ്ഞുങ്ങൾ? പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങ് അഭ്യാസമായി കഴിയുമ്പോൾ പിന്നെ തന്നെത്താനെ പോകാൻ തുടങ്ങും. അതുപോലെ കർത്താവിന്റെ അനേക തീച്ചുളയിൽ കൂടെ കടന്നു പോകുവാൻ വലിയവനായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അനുഭവത്തോടുകൂടെ പറയുകയാണ്, പ്രിയ ദൈവദാസന്മാരെ, കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമായി തീരുവാൻ കർത്താവേ എന്തെല്ലാം മുറിക്കണോ മുറിക്കുക, എവിടെല്ലാം നിനക്ക് തൊടണോ തൊടുക, നിന്റെ ശരീരത്തിന്റെ അംഗമാക്കി എന്നെ തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്കിന്ന് മടങ്ങിപ്പോകാം, പ്രാർത്ഥിക്കാം, തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്തു ഞാൻ നിനക്കായി നീ ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായി നീ ചെയ്തിടേണ്ടു, പരിഹാസങ്ങൾ നിന്നെ അതേൽക്കേണമോ, പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ. പരിഹാസങ്ങൾ നെയ്യാതേൽക്കേണമോ, പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ. പരിതാപമായി പാരിൽ ഞാൻ പാർക്കേണമോ. എന്തു ഞാൻ നിനക്കായി നീ ചെയ്തിടേണ്ടു, സ്വന്ത ജീവനാൽ നീ എന്നെ വീണ്ടുവല്ലോ. എന്തു ഞാൻ നിനക്കായി നീ ചെയ്തിടേണ്ടു, കണ്ണുനീരതിൻ താഴ്വരെ ആകുകിലും എണ്ണുകിൽ അതു ഞാൻ ഇനി ഖേദമോടെ.